ഹലോ ഫുഡീസ്, വെൽക്കം ടു ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വന്നത് പനീർ വെജി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ആയാലും ഗീ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 കറാമ്പൂ, പിന്നെ ഒരു 10-15 പനീർ ക്യൂബ്സ് കൂടി ആഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറായതുകൊണ്ട് എല്ലാം ഷേപ്പ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പനീർ ആകുമ്പോൾ നല്ല ക്യൂബ്സ് ആയിട്ട് എടുക്കും. അതിപ്പോൾ ആഡ് ചെയ്യേണ്ട, ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് 2 മിനിറ്റേക്ക് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പിഞ്ച് ഓഫ് ടർമറിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാബേജ് ആഡ് ചെയ്യാണ്. എല്ലാ വെജീസും കുറച്ചുള്ള അളവിലേക്ക് മാത്രം മതി കേട്ടോ. പിന്നെ ഒരു ഒന്നിൻ്റെ പകുതി സൈസ് ചോപ്പ് ചെയ്തിട്ട്, പിന്നെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുരുങ്ങി വരുന്ന സമയം വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. എൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 അല്ലെങ്കിൽ 3 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ 3 തണ്ട് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇത് വാടി വന്നതിന് ശേഷം 1 കപ്പ് ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക 1 മിനിറ്റ്. കാരണം കഴുകിയ വെള്ളമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വറ്റിയെന്ന് വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. അരിയുടെ വെള്ളമൊക്കെ വറ്റി വീഴുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം വാമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് തിളച്ച് വീഴാൻ സമയമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിയും വെന്ത് കിട്ടും, എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊരു വിസിലിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വിസിലൊക്കെ പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇതാ നമ്മുടെ പനീർ വെജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പനീറൊക്കെ ഇടുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല അടിപൊളി റെസിപ്പീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പി കാണാം.